ഉത്തരേന്ത്യയിൽ എങ്ങനെയാണോ നടപ്പാക്കിയത് ഒരു മാറ്റവുമില്ലാതെ കേരളത്തിൽ നടപ്പാക്കുന്നു. VT ബൽറാം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കുറേ അധികം ആളുകൾ അതിൽ നിന്ന് സ്വാഭാവികമായി എൻറോൾ ചെയ്യാൻ നിർബന്ധം പിടിക്കില്ല. അത്രയും ബുദ്ധിമുട്ടി വോട്ട് ചെയ്യേണ്ട എന്ന് ചിലരെങ്കിലും തീരുമാനിക്കും. അത് മാത്രമല്ല പ്രശ്നം, ഈ രാഷ്ട്രീയ കക്ഷികൾ വളരെ ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു വശത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച്, അതേസമയം തന്നെ പൗരത്വം ഒരു ചോദ്യചിഹ്നമായി, ഒരു ഡെമോക്രസിന്റെ വാളായി കേരളത്തിലും ജനങ്ങളുടെ മേൽ വരികയാണ്. ഇത് എത്ര ഗൗരവത്തോടെ രാഷ്ട്രീയ കക്ഷികൾ കാണുന്നുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ന് പുറത്തുവിടുമ്പോഴാണ് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഇതിലുള്ള ചോദ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഈ ബീഹാറിലേതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷനാണ്, അതേ രീതിയിലാണ് വരിക എന്നുള്ളതാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഗൊഗോയ് നമ്മളോട് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത്, നേരത്തെ ബൽറാം പറഞ്ഞ പോലെ സ്വാഭാവികമായി ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നുള്ളത് കൊണ്ട് ഈ ചിലരും മടിച്ച് ഒഴിവാകും. അതോടൊപ്പം തന്നെ ഒരു പുതിയ വ്യക്തി, ഒരു യുവാവ് വോട്ടർ പട്ടികയിലേക്ക് ഇടം നേടണമെങ്കിൽ അയാളുടെ ഈ എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് തെളിയിക്കാനായി ജനന സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ മാതാപിതാക്കൾക്ക് അതുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഈ 12 രേഖകളിൽ ഒന്ന് സമർപ്പിക്കുക, അതിൽ എവിടെയാണ് ജനിച്ചത്, എന്ന് ജനിച്ചു, ഈ രേഖകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, ആധാർ ആണെങ്കിലും തിരിച്ചറിയൽ രേഖയാണെങ്കിലും മറ്റ് ഏത് രേഖകളാണെങ്കിലും അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതുണ്ടാവും. പക്ഷേ പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ളത് ഈ ജനന സർട്ടിഫിക്കറ്റിലോ ഇല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ ആണ് ഉള്ളത്. അതിലും പഴയ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പലതിലും ഇല്ല. കാരണം ഇപ്പോഴത്തെ 18 19 വയസ്സായ ആളുകളുടെ രക്ഷിതാക്കളുടെ SSLC ബുക്കിൽ പോലും അതില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നീട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് പലപ്പോഴും ഒരു 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യും? അവർ പുറത്താക്കപ്പെടുമോ എന്നൊരു ആശങ്ക വലിയ തോതിൽ നിലനിൽക്കുകയാണ്. ഇതിന് ഇന്നും ചീഫ് ഇലക്ടറൽ ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ 12 രേഖയിൽ ഒന്ന് ഹാജരാക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ നിബന്ധനയായി വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എത്രത്തോളം ആളുകൾ ഈ പ്രതിസന്ധിയിലാകുമെന്നൊരു ചോദ്യം വളരെ ആശങ്കയോടെ നിലനിൽക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.